Hi friends, welcome to Samu Cheese. Samu Cheese ൽ ഇന്ന് ഞാൻ ഒരു ചെമ്മീൻ പൊരിയാണ് തയ്യാറാക്കുന്നത്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ ഒരു 25 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കേണ്ടത് അതിന്റെ നാരെല്ലാം കളഞ്ഞിട്ട് കണ്ടത് ഇതുപോലെ എടുത്തിട്ടുണ്ട്. ആദ്യം ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇതിനാവശ്യമായ ഉപ്പ്, 1 സ്പൂൺ സോയാ സോസ്. ഇതെല്ലാം കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുരുമുളക് പൊടിയും ഉപ്പും സോയാ സോസും ചെമ്മീനിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറഞ്ഞൊരു 10 മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. ഇനി ഇത് പൊരിച്ചെടുക്കാൻ ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പാത്രം എടുത്ത് വയ്ക്കുക. ഇതിലേക്ക് 2 സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു കോട്ടിങ് തയ്യാറാക്കി എടുക്കണം. അതിനാണ് ഞാൻ ഈ മൈദ എടുക്കുന്നത്. 2 സ്പൂൺ മൈദ, അതുപോലെ തന്നെ 2 സ്പൂൺ കോൺഫ്ലവർ. ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 സ്പൂൺ ചില്ലി ഫ്ലേക്സ്, 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗാർലിക് പൗഡർ, 1 സ്പൂൺ ഒറിഗാനോ, അല്പം ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിനകത്ത് ആദ്യം ഒന്ന് ഡസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെമ്മീൻ ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും ഒക്കെ കോട്ട് ചെയ്തെടുക്കണം. മുട്ടയിൽ മുക്കിയിട്ട് കോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം ഈ മൈദപ്പൊടി ഒന്ന് തയ്യാറാക്കി വയ്ക്കണം. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിവിടെ മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇതൊന്ന് മുക്കി പൊരിച്ചെടുക്കണം. അതിനുവേണ്ടി ഒരു മുട്ട എടുത്തിട്ട് ഇനി ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. ഒരു പിഞ്ചോളം ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കുക. നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി അടുത്ത വേണ്ടത്, ഇനി ഒന്ന് മുക്കി പൊരിച്ചെടുക്കണ ഒരു കോട്ടിങ് ആവശ്യമുണ്ട്. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കോൺഫ്ലേക്സും എടുത്തിട്ടുണ്ട്. ഈ ചെമ്മീൻ ഈ മൈദയ്ക്കകത്തും മുട്ടയ്ക്കകത്തും ഒക്കെ മുക്കിയതിന് ശേഷം ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും കോട്ട് ചെയ്താണ് എടുക്കുന്നത്. ഇനി കോൺഫ്ലേക്സ് കോട്ട് ചെയ്യണമെന്നില്ല, ബ്രെഡ് ക്രംസിൽ മാത്രം കോട്ട് ചെയ്തെടുത്താലും മതി. പക്ഷെ ഞാൻ അല്പം കോൺഫ്ലേക്സും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി ക്രിസ്പിനെസ് കൂടുതൽ കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതെടുത്ത് ഈ മൈദ മിക്സിയിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് മൊത്തത്തോടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മൈദപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ നമുക്ക് മുട്ടയിലും ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും കോട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാം മൈദ മിക്സ് ചെയ്ത് വയ്ക്കുക. ചെമ്മീനെല്ലാം ഞാൻ ഇതുപോലെ മൈദയും കോൺഫ്ലവറും കൂടെയുള്ള മിക്സിയിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് ഓരോന്നായിട്ട് എടുത്ത് മുട്ടയിൽ മുക്കുക. മുട്ട എടുത്ത് വയ്ക്കുക. എന്നിട്ട് അതിനകത്തേക്ക് ഓരോ ചെമ്മീനും ഇങ്ങനെ മുക്കിയിട്ട് അടുത്ത് ചെയ്യേണ്ടത് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കുക. ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക. ഒന്നുകൂടെ മുട്ടയ്ക്കകത്ത് മുക്കിയിട്ട് കോൺഫ്ലേക്സ് പൊടിച്ച് വെച്ചിരിക്കുന്നതിനകത്ത് ഒന്നുകൂടെ മുക്കി കൊടുക്കുക. അങ്ങനെ 2 കോട്ടിങ് കൊടുക്കുക. ഒന്ന് ബ്രെഡ് ക്രംസും, രണ്ടാമത്തത് കോൺഫ്ലേക്സ് വേണമെന്ന് നിർബന്ധമില്ല, ഞാൻ എടുത്തതേ ഉള്ളൂ. വയ്ക്കുക. ഇങ്ങനെ ഓരോ ചെമ്മീനും എടുത്ത് ഇത് കോട്ട് ചെയ്ത് ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കുക. ഇങ്ങനെ എല്ലാം നമുക്ക് ചെയ്തെടുക്കുക. മുട്ടയിൽ മുക്കുക, ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്യുക, വീണ്ടും മുട്ടയിൽ മുക്കി കൊടുക്കുക, കോൺഫ്ലേക്സ് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ എല്ലാ ചെമ്മീനും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. കണ്ടോ, ഇതുപോലെ നമുക്ക് എല്ലാം തയ്യാറാക്കിയെടുക്കാം. ചെമ്മീനെല്ലാം ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 രീതിയിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്നിൽ ബ്രെഡ് ക്രംസ് മാത്രവും മറ്റേതിൽ ബ്രെഡ് ക്രംസും കോൺഫ്ലേക്സും കോട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതൊരു കുറഞ്ഞൊരു 1/2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വേണമെങ്കിൽ ഫ്രൈ ചെയ്യാം. പക്ഷേ നമ്മൾ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യുവാണെങ്കിൽ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന കോൺഫ്ലേക്സും ബ്രെഡ് ക്രംസും ഒക്കെ വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരു 1/2 മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം തയ്യാറാക്കുവാണെങ്കിൽ ഇതൊന്നും പോകാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്കിത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 1/2 മണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കണമെന്ന് നോക്കാം. മാരിനേറ്റ് ചെയ്ത് 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ചെമ്മീനാണിത്. ഇത് നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായിട്ടുണ്ട് കേട്ടോ. അതിനകത്തേക്ക് ഓരോന്ന് വിധം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും.
ചെറുതായി ഒന്ന് മറിച്ച് കൊടുക്കണം. ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്ത സമയത്ത് ഇതിൻ്റെ എല്ലാ വശങ്ങളും ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തുകൊണ്ടാണ് ഇതിങ്ങനെ നേരെ ഇരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ചുരുണ്ടുകൂടി ഇരുന്നേനെ, ഇങ്ങനെ വളഞ്ഞിരുന്നേനെ. അതുകൊണ്ട് ഇത് നേരെ കിട്ടണമെങ്കിൽ നമ്മൾ ചെമ്മീൻ ഇതുപോലെ നേരെ കിട്ടണമെങ്കിൽ അതിൻ്റെ സൈഡെല്ലാം ഇങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുത്താൽ മതി. വരഞ്ഞു കൊടുക്കുവാണെങ്കിൽ ഇതേപോലെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ചിക്കൻ ഫിംഗേഴ്സൊക്കെ തയ്യാറാക്കുന്ന പോലെ അതേ ഷേപ്പിൽ നമുക്ക് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. കണ്ടോ, അത് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇതുപോലെ ഇനി ബാക്കിയുള്ളതും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇതിന് പുറം കരിഞ്ഞിട്ട് അകം വേഗാതെ കിട്ടത്തുള്ളൂ. നല്ല ക്രഞ്ചി ആൻഡ് ക്രിസ്പി അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമുള്ള ചെമ്മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അടുത്തൊരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ താങ്ക്